എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുറച്ച് ആരോഗ്യ പുരാണം പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഞാൻ ആരാ ആരോഗ്യത്തെക്കുറിച്ച് പറയാൻ? ഞാൻ ആരുമല്ല. എനിക്കും ലൈഫ് സ്റ്റൈൽ ഡിസീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ അടുത്ത് മാത്രം ഹെൽത്ത് കോൺഷ്യസ് ആയി തുടങ്ങിയൊരു വ്യക്തി കൂടിയാണ് ഞാൻ. പക്ഷേ ഇതൊരു പേഴ്സണൽ ഹെൽത്തിനെ കുറിച്ചല്ല പറയാനുള്ളത്. ഇത് ഞാനും നിങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ലാർജർ പോപ്പുലേഷന് ഒരു സംഭവമാണ് പറയുന്നത്. സംസ്ഥാനത്ത് ഇതുവരെ 17 ലക്ഷത്തിലേറെ കുട്ടികൾ മീസൽസ് റൂബല വാക്സിൻ സ്വീകരിച്ചു. ഈ വർഷത്തെ പൾസ് പോളിയോ പ്രതിരോധ പരിപാടിയുടെ ഭാഗമായുള്ള ആദ്യ തുള്ളിമരുന്ന് വിതരണം നാളെ. ഇതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. എറണാകുളം ജില്ലയിൽ 2,25,000 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. Services, Kerala, year after year, is India's top performer, especially when it comes to immunization. What are their best practices that other states can learn from? ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ പ്രായമൊക്കെയുള്ള ഒരു 20s നിൽക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കുക. നിങ്ങളിപ്പോൾ കേരളത്തിലാണ് ജനിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ഏത് സാമ്പത്തിക സ്ഥിതിയിൽ നിൽക്കുന്ന മനുഷ്യനായിക്കോട്ടെ, നിങ്ങൾക്ക് ചെറുപ്പത്തിലെ പോളിയോൻ്റെ ഒന്നുകിൽ കുത്തിവെപ്പ്, അതുപോലെ തുള്ളിമരുന്ന് കിട്ടിയിട്ടുണ്ടോ? അതുപോലെ ഓരോ വയസ്സിലും ഇത്ര ഇന്ന ഇഞ്ചക്ഷൻ ഉണ്ട്, 5 വയസ്സ് 10 വയസ്സ് 12 വയസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇഞ്ചക്ഷൻസ് ഉണ്ട്. ആ ഇഞ്ചക്ഷനുകൾ നിങ്ങൾ എടുത്തിട്ടുണ്ടോ? സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് മറ്റേ ഇരുമ്പിനുള്ള ഗുളിക, മഗ്നീഷ്യം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ്, അതുപോലെ വിരയ്ക്കുള്ള ഗുളിക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു വീഡിയോ കാണുന്ന അതുപോലെ തന്നെ കേരളത്തിലുള്ള നല്ലൊരു ശതമാനം എൻ്റെ പ്രായമുള്ളവർക്കും അതിനു മുമ്പുള്ളവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ കുത്തിവെപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ വളരെ ആ, ആവേശത്തോടു കൂടി അല്ലെങ്കിൽ വളരെ ഉഷാറോടു കൂടി നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ എൻ്റെയൊക്കെ പാരൻസിൻ്റെ കൈ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അത് പണ്ട് ഈ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. ഈ ഇത് ചൂടാക്കിയിട്ട് വെക്കുക. സ്റ്റെറിലൈസ് ചെയ്യുന്ന വെച്ചാൽ സൂചി ചൂടാക്കിയിട്ട് അതിനുശേഷം കുത്തുന്നൊരു പരിപാടിയുണ്ട്. വളരെ പഴയൊരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ പാടൊക്കെ ഇപ്പോഴും അവരുടെ ഈ കൈയുടെ ഈ ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏത് പ്രായക്കാരായാലും നിങ്ങൾ കേരളത്തിൽ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു PHSC ഉണ്ടാവും, പബ്ലിക് ഹെൽത്ത് കെയർ സെൻറ്റർ. പിന്നെ ഹെൽത്ത് സെൻറ്റർ. പിന്നെ കുറച്ച് ദൂരം മാറിയാൽ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ഉണ്ടാവും. കുറച്ച് അധികം ദൂരം പോയാൽ ഒരു ജില്ലാ ആശുപത്രി, അല്ലെങ്കിൽ ഇതിനിടയിൽ ഒരു താലൂക്ക് ആശുപത്രി ഉണ്ട്. താലൂക്ക് ആശുപത്രിക്ക് ശേഷം ഒരു ജില്ലാ ആശുപത്രി. അതുപോലെ ഇപ്പോൾ ഒന്നുകൂടി ദൂരം പോവുകയാണെങ്കിൽ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആക്സസിബിളായിട്ട് തൊട്ടടുത്തുണ്ടായിരിക്കും. എന്നാൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനോ നിങ്ങളോ ജനിച്ചത് കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 10,000-4,000 കിലോമീറ്റർ അകലെ UP-യിലെയോ അല്ലെങ്കിൽ രാജസ്ഥാനിലെയോ ഗുജറാത്തിലെയോ എവിടെയെങ്കിലുമൊക്കെയുള്ള ഒരു ഗ്രാമത്തിൽ, ഇപ്പോൾ ഞാൻ എൻ്റേതൊരു കണ്ടാൽ ഗ്രാമം എന്ന് പറയില്ല, ഇപ്പോൾ ഒരു സബർബൻ എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ബൈ ഡെഫിനിഷൻ ഗ്രാമമാണ്, ഗ്രാമപഞ്ചായത്തും കാര്യങ്ങളുമാണ്. അപ്പോൾ സമാനമായി ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ, ഇപ്പോൾ ഗുജറാത്തിലോ UP-യിലോ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ഞാനോ നിങ്ങളോ ജനിക്കുകയാണ്. നമ്മളിൽ എത്ര പേർക്ക് ഇങ്ങനെ ഈ 3 ടയർ ഹെൽത്ത് കെയർ സിസ്റ്റം, അതുപോലെ ഫങ്ഷണലായ, വളരെ അതുകൂടി പറയണം, ഫങ്ഷണലായ വൈബ്രൻ്റായ ഒരു 3 ടയർ ഹെൽത്ത് കെയർ സിസ്റ്റവും ഒരു ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ, സ്കൂളുകൾ തോറുമുള്ള ഈ വിതരണങ്ങൾ, അതുപോലെ കൃത്യമായ സമയത്തുള്ള കുത്തിവെപ്പ്, മറ്റു കാര്യങ്ങൾ എത്ര പേർക്ക് ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് കിട്ടും UP-യിലെയോ ഗുജറാത്തിലോ ആണ് നമ്മൾ ജനിച്ചതെങ്കിൽ? ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് 70, 75 ആ ഒരു ഏജാണ്. പക്ഷെ എന്തുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകളിലുള്ളവർക്ക്, അതായത് പറയുമ്പോൾ എല്ലാവരും പറയും കേരളത്തിലുള്ളവരൊന്നും കൃഷി ചെയ്യുന്നില്ല, നമുക്കൊന്നും കിട്ടുന്നില്ല, നമ്മൾ മറ്റേ ആ, മരുന്നടിച്ച വിഷമടിച്ച തക്കാളിയും വിഷമടിച്ച അരിയും ആന്ധ്രാക്കാരൻ മറ്റേ കെമിക്കലിൽ മുക്കി തരുന്ന ധാന്യങ്ങളും കഴിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ പറയും. ശരിയാണ്, നമുക്കൊരു ഒരു ഫുഡ് സർപ്ലസ് ഒന്നുമില്ല, ഡെഫിസിറ്റ് ഉള്ളൊരു സ്റ്റേറ്റ് ആണ്. പക്ഷെ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് ഏകദേശം 75 ആ ഒരു റേഞ്ചിൽ നിൽക്കുകയും ഫുഡ് സർപ്ലസ് ഉള്ള, അതായത് തങ്ങൾക്കും ബാക്കിയുള്ളവർക്കും കൊടുക്കാനത്ര ധാന്യങ്ങളും മറ്റുമുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ബിമാരു സ്റ്റേറ്റുകളിൽ പെടുന്ന സ്റ്റേറ്റ്സിലുള്ളവർക്ക് നമ്മുടെ അത്ര ലൈഫ് എക്സ്പെക്റ്റൻസി ഇല്ലാതെ വരികയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടായിരിക്കും? ഇതിന് ലളിതമായ ഒരു ഉത്തരമേ ഉള്ളൂ. ആ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ പൊതു ആരോഗ്യ മേഖല, അതായത് പബ്ലിക് ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റിന്റെ ഫോർമേഷൻ മുതൽ ഇങ്ങോട്ട് ഇത്രയും കാലം സ്ട്രോങ് ആണ്. അതിനകത്ത് ഏറ്റക്കുറച്ചിലുകളുണ്ട്, അതിനകത്ത് ചില
ക്രിറ്റിസിസംസ് നമുക്ക് ഉണ്ടാവും, ചില വിഷയങ്ങളുണ്ടാവും, അതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ അത് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ നിലനിർത്തി പോരുന്നുണ്ട്. അന്നേരം മറ്റ് സ്റ്റേറ്റുകളിലേക്ക് വരുമ്പോൾ ഇത് ഒട്ടും തന്നെ നടക്കുന്നില്ല. ഇപ്പൊ ഇന്ത്യയുടെ മുഴുവൻ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഓവറോൾ GDP-യുടെ തുച്ഛമായൊരു ശതമാനം, എനിക്ക് തോന്നുന്നു 2% താഴെയോ മറ്റോ ആണ് ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. അതൊരു ഇപ്പോൾ 2% എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് അല്ലേ എന്ന് ചോദിച്ചാൽ വലിയൊരു എമൗണ്ട് ആണോ എന്ന് ചോദിച്ചാൽ വലിയൊരു എമൗണ്ട് ആണ്. പക്ഷെ അത് ഇന്നഡിക്വേറ്റ് ആണെന്ന് മാത്രമല്ല, അത് കൃത്യമായ രീതിയിൽ സ്പെൻഡ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിഷയം. ഒരു കണക്കുകൾ പ്രകാരം ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ, അതായത് നമുക്കൊരു മെഡിക്കൽ ബില്ല് വന്നാൽ നമ്മുടെ പോക്കറ്റ് കാലിയാകുന്ന രീതിയിലാണ് ഇന്ത്യയിലെ ആരോഗ്യ മേഖല വർക്ക് ചെയ്യുന്നത്. അതിൽ കേരളം, തമിഴ്നാട് തുടങ്ങി ചില ഏരിയാസ് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ സ്ഥലത്തും ഈ ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത് അമ്പെ പരാജയമാണ്. എന്താണ് ഇതിന് കാരണം ചോദിച്ചാൽ, ഇതിന് കാരണം എന്ന് പറയുന്നത് സർക്കാരുകൾ, അധികാരത്തിൽ വരുന്ന സർക്കാരുകൾ ഈ ഹെൽത്ത് കെയർ സെക്ടറിനെ കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റ് ചെയ്യുകയും, ഒന്നുകിൽ അണ്ടർ സ്പെൻഡിങ്, അതുപോലെ തന്നെ അണ്ടർ സ്പെൻഡിങ്ങിനൊപ്പം പ്രൈവറ്റ് സെക്ടറിനെ ഹെൽത്ത് കെയറിൽ അമിതമായ രീതിയിൽ പ്രോത്സാഹിപ്പിക്കും. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഈ സ്റ്റേറ്റുകളിൽ ഹെൽത്ത് കെയർ സെക്ടർ സൗണ്ട് അല്ലാത്തത്. നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി, നേരത്തെ പറഞ്ഞ ക്വസ്റ്റിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ, വിഷമടിച്ച തെലുങ്കൻ്റെ അരി കഴിക്കുന്ന മലയാളിക്ക് ആയുർദൈർഘ്യം 75 മുകളിലും, വിഷമടിക്കാത്ത അരി അല്ലെങ്കിൽ ചപ്പാത്തി, ചോളം കഴിക്കുന്ന മറ്റുത്തരേന്ത്യൻ സംസ്ഥാനത്തെ ഒരു വ്യക്തിക്ക് അതിൽ കുറഞ്ഞ ആയുർദൈർഘ്യം എന്തുകൊണ്ടാണുള്ളത്? അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വാക്സിനേഷൻ, അതുപോലെ മരുന്ന് വിതരണത്തിൽ തുടങ്ങി ആക്സസബിലിറ്റി ടു ഹെൽത്ത് കെയർ, അതായത് വളരെ വേഗം തന്നെ ഒരു മെഡിക്കൽ കാര്യങ്ങൾ ആക്സസ് ചെയ്യാനുള്ള ഒരു ഒരു ഇൻഫ്രാസ്ട്രക്ചർ കേരളത്തിലുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളില്ല. അതെന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ വന്ന ഗവൺമെന്റുകൾ കൃത്യമായി ഈ പൊതുജന ആരോഗ്യത്തെ സീരിയസ് ആയി എടുത്തു, പ്രയോറിറ്റൈസ് ചെയ്തു, അതിനാവശ്യമുള്ള ഫണ്ടുകൾ കൊടുത്തു, ഫണ്ടുകൾ സ്പെൻഡ് ചെയ്യപ്പെടുന്നത് മോണിറ്റർ ചെയ്തു, അതിന് കാര്യമായ മാറ്റങ്ങൾ വരുത്തി, മറ്റ് സ്ഥലങ്ങളിലില്ല. ഇപ്പോൾ ഇന്ത്യയിലെ ഒരു സ്ഥിതി എന്താന്ന് വെച്ചാൽ, ഞാനും അടങ്ങുന്ന ഈ ഈ പോപ്പുലേഷനിലെ വലിയൊരു ശതമാനം ആൾക്കാരും ദേ ആർ ജസ്റ്റ് വൺ ഹോസ്പിറ്റൽ ബിൽ എവേ ഫ്രം ബീങ് ബാങ്ക്രപ്റ്റ്. ഇത് കണക്കുകൾ പറയുന്ന ഒരു കാര്യമാണ്. ഒരു ആശുപത്രി ബില്ല് അകലെ മാത്രം എന്താ പറയുക, കുത്തുവാലെടുക്കും എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇന്ത്യയിലെ പല ഹൗസ് ഹോൾഡുകളും ഉള്ളത്. എന്താ കാരണം എന്ന് വെച്ചാൽ, അവർക്ക് അഫോർഡബിൾ ആയ ചികിത്സ എവിടെയും അവൈലബിൾ അല്ല. ആക്സസിബിലിറ്റി ടു അഫോർഡബിൾ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും ഇപ്പോഴും സ്വപ്നം മാത്രമായി തുടരുകയാണ്. ഇനി നമ്മൾ ഇന്ത്യയിൽ നിന്ന് നേരെ കറങ്ങിത്തിരിഞ്ഞ്, ഇപ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ രാത്രിയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ പകല്, ഇപ്പോൾ നിങ്ങളെല്ലാവരും ഉറങ്ങുന്ന സമയത്ത്, ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഉണർന്നിരിക്കുന്ന ഒരു രാജ്യത്തേക്ക് നമുക്ക് പോവാം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ കണക്കുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, G7 രാജ്യങ്ങൾ മാത്രമല്ല, പല ഡെവലപ്പിംഗ്, അണ്ടർ ഡെവലപ്ഡ് രാജ്യങ്ങളായി തട്ടിച്ചു നോക്കുമ്പോൾ ഹെൽത്ത് കെയർ മേഖലയിൽ ലൈഫ് എക്സ്പെക്റ്റൻസി, ജനങ്ങളുടെ ആയുർദൈർഘ്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ, അതുപോലെ ഹെൽത്ത് കെയറിന്റെ പെർഫോമൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വളരെ പുറകോട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് US. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ലോകത്തിലെ സമ്പന്ന രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. പക്ഷെ ആ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ലൈഫ് എക്സ്പെക്റ്റൻസിയുടെ കാര്യം എടുത്താൽ പല ഡെവലപ്ഡ് കൺട്രീസിനേക്കാളും, ഡെവലപ്പിംഗ് കൺട്രീസിനേക്കാളും, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനേക്കാളും ഇവർ എന്താ പറയുക, പുറകിലാണ്. എന്തുകൊണ്ട് പുറകിലാണ്? കാരണം ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത്, നമ്മുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തി ആരോഗ്യം മാത്രമല്ല, നമുക്ക് പെട്ടെന്ന് ആക്സസിബിളായ, അതിനോടൊപ്പം തന്നെ അഫോർഡബിളായ ഒരു ഹെൽത്ത് കെയർ സംവിധാനം, ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം ഉള്ളപ്പോഴാണ് ലൈഫ് എക്സ്പെക്റ്റൻസിയിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും നമുക്കൊരു മുക്തി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കോവിഡ് സമയത്ത് കേരള സ്റ്റേറ്റിന്റെ പെർഫോമൻസ് മികച്ച പെർഫോമൻസ് ആയിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇവിടുത്തെ പബ്ലിക് ഹെൽത്ത് കെയർ സെക്ടറും പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സെക്ടറും സർവീസുകളും, അതുപോലെ തന്നെ മറ്റ് പബ്ലിക് സർവീസുകളൊക്കെ, പബ്ലിക് സെക്ടറിൽ പെടുന്ന കാര്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് വളരെ സ്ട്രോങ് ആയ രീതിയിൽ കൊറോണയെ റെസിസ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. മറ്റ് സ്റ്റേറ്റുകളിൽ കാര്യങ്ങൾ
അതീവ ഗുരുതരാവാൻ തുടങ്ങി. പലയിടത്തും കണക്കെടുപ്പ് തന്നെ എത്ര രോഗികൾ മരിക്കുന്നു എന്നുള്ള കണക്കുകൾ തന്നെ അവർ എടുക്കുന്നത് നിർത്തുന്നൊരവസ്ഥയിലേക്ക് വരെ കേ- കയറി വരികയുണ്ടായി. സോ എന്താണ് ഇവിടെ? സോ വാട്ട് ഈസ് ദ കോർ പോയിന്റ്? കൃത്യമായി ഹെൽത്ത് കെയറിന് വേണ്ടി പബ്ലിക് ഹെൽത്ത് കെയർ സെക്ടറിനെ സ്ട്രോങ് ആക്കി നിർത്തുന്ന, വളരെ ശക്തമാക്കി നിലനിർത്തി കൊണ്ടുപോകുന്ന ഗവൺമെന്റുകളുള്ള സ്ഥലത്ത് ജനങ്ങളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ അമേരിക്കയുടെ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞു. ഇനി ഇപ്പോൾ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ലൈഫ് എക്സ്പെക്റ്റൻസിയുടെ ഒരു ഇതെടുത്ത് നോക്കിയാൽ അമേരിക്ക വൺ ഓഫ് ദി റിച്ചസ്റ്റ് കൺട്രിയാണ് ലോകത്തിലെ. അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 49th ആണ് ലൈഫ് എക്സ്പെക്റ്റൻസിയുടെ കാര്യത്തിൽ. തൊട്ടടുത്ത് അതിൻ്റെ അയൽക്കാരനായിട്ടുള്ള ക്യൂബ. ക്യൂബ തെ- നമുക്കറിയാം എംബാർഗോവും കാര്യങ്ങളൊക്കെ കാരണം ഒരു ദരിദ്ര രാജ്യമാണ്. അമേരിക്കയുടെ GDP കയറ്റി തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ക്യൂബയുടെ GDP എന്ന് പറയുന്നത് ചിലപ്പോൾ അമേരിക്കയിലെ ഏതെങ്കിലും ഒരു സമ്പന്നൻ ഒരു ദിവസം സോറി അയാളുടെ ഒരു കൊല്ലത്തെ ലക്ഷറി യാത്രകളുടെയോ അല്ലെങ്കിൽ അയാൾ കഴിക്കുന്ന ഒരു ചായയുടെയൊക്കെ അത്രയും കോസ്റ്റ് ചിലപ്പോൾ വരത്തുള്ളൂ. അത്രയും പരിതാപസ്ഥിതിയിലാണ് ക്യൂബയുടെ കാര്യം എന്ന് പറയുന്നത്. ട്രേഡ്, അത് സാമ്പത്തിക ഉപരോധം, സൂചി സൂചി കുത്താൻ പോലും സമ്മതിക്കില്ല എന്നുള്ള ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അങ്ങോട്ടുള്ള ട്രേഡിന്റെ പുറത്ത് അമേരിക്കയുടെ എംബാർഗോ ഉണ്ട്, അത് സാങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് നടുക്ക് നിൽക്കുന്ന ഒരു രാജ്യമാണ് ക്യൂബ. എന്നാൽ ഈ ക്യൂബ ലൈഫ് എക്സ്പെക്റ്റൻസിയുടെ കാര്യത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയേക്കാൾ ഒരുപാട് മുന്നിലാണ്. അപ്പോൾ ഇനി ക്യൂബയുടെ കേസ് വിട്ടാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ നമുക്ക് ലെറ്റ്സ് മേക്ക് ദ ഗ്രൗണ്ട് ഈക്വൽ. ഗ്രൗണ്ട് നമുക്ക് അമേരിക്കയ്ക്ക് വേണ്ടി നമുക്ക് ഗ്രൗണ്ട് ഈക്വൽ ആക്കാം. ക്യൂബയ്ക്ക് വേണ്ടിയല്ല, നമുക്ക് അമേരിക്കയ്ക്ക് വേണ്ടി ഗ്രൗണ്ട് ഈക്വൽ ആക്കാം. നമുക്ക് മറ്റ് വികസിത രാജ്യങ്ങളെടുത്താൽ UK, ജർമ്മനി, സ്വീഡൻ, ന്യൂസിലാൻഡ്, ഫ്രാൻസ്, കാനഡ, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രേലിയ, ഇവരൊക്കെ അമേരിക്കയേക്കാൾ ഫാർ ബെറ്റർ പൊസിഷനിലാണ് നിൽക്കുന്നത്. ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത്, അതുപോലെ മോർട്ടാലിറ്റി കാര്യങ്ങൾ വരുമ്പോൾ ഇവിടെയാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്കയിൽ പ്രശ്നം വരുന്നത്? സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കുന്ന കാര്യമാണ്, എന്താണ് അമേരിക്കയിൽ പ്രശ്നം? ഇപ്പോൾ അമേരിക്കയുടെ സ്പെൻഡിങ് ഇതിൽ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് എടുത്ത് നോക്കിയാൽ അത് മാസീവ് സ്പെൻഡിങ് ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്പെൻഡിങ് നടത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഈ പറയുന്ന സാക്ഷാൽ അമേരിക്ക. ഈ G7 കൺട്രീസിൽ തന്നെ വളരെ എന്താ പറയുക ബെസ്റ്റ് പെർഫോമർ എന്നൊക്കെ പറയാവുന്ന ഒരു കക്ഷി കൂടിയാണ് നമ്മുടെ അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷെ എന്തുകൊണ്ട് ഈ പ്രശ്നം വരുന്നു? സ്വാഭാവികമായിട്ടും ആർക്കും തോന്നുന്നൊരു സംശയമാണ്. ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ അമേരിക്ക എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വളരെ ലളിതമായിട്ട് പറഞ്ഞുതരാം. ക്രോണിക് ബാച്ചിലർ സിനിമ കണ്ടിട്ടുള്ളവരുണ്ടാവും. ആ സിനിമയിൽ ഹരിശ്രീ അശോകൻ പുട്ടുണ്ടാക്കുന്ന ഒരു സീനുണ്ട്, അടുക്കളയിൽ മുകേഷിനൊപ്പം ഇരുന്ന്. അപ്പൊ അതില് എന്താ പറയാ, അടുപ്പ് കത്തിച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, പുട്ടുകുറ്റി വെച്ചിട്ടുണ്ട്, അതിലേക്ക് പൊടിയും തേങ്ങയും സമാസമം ഇങ്ങനെ ചേർത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കുമ്പോൾ ഇതെന്താ ആവി വന്നില്ലല്ലോ എന്ന് ചോദി നോക്കിയിട്ട് ഇതെന്താ ആവി വരാത്തെന്ന് വെച്ചിട്ട് ഇത് തുറന്നു നോക്കിയിട്ട് പിന്നെ മുകേഷിനോട് ചോദിക്കുന്നുണ്ട്, ശ്രീകുട്ടാ നിനക്ക് പുട്ട് തന്നെ വേണം, നിനക്ക് ചപ്പാത്തി ആയാലും പോരെയും ചോദിക്കുന്നുണ്ട്. അപ്പൊ ചോദിക്കും എന്താ ഇങ്ങനെ തോന്നാൻ കാരണം? പറയാം, ഞാൻ പുട്ടിന്റെ ചില്ലിടാൻ മറന്നുപോയി. നമുക്ക് പുട്ടുകുറ്റിയിൽ ചില്ലിടണം, അപ്പൊ ചില്ലിട്ടില്ല. ഈ പുട്ടിന്റെ പൊടിയും തേങ്ങാപ്പീരിയും നേരെ ആ കലത്തിലേക്കാണ് വീണു പോയത്. സോ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹരിശ്രീ അശോകൻ ഈ പുട്ടുപൊടിയും തേങ്ങാപ്പീരി ഇടുന്ന പോലെ ഫണ്ട് ഇവരിങ്ങനെ ഇതിലോട്ട് ഹെൽത്ത് കെയർ സെക്ടറിലോട്ട് ഇവർ ഇടുന്നുണ്ട്. പക്ഷേ ഇവരെങ്ങോട്ടാണ് ഇത് ഇടുന്നത് എന്നുള്ളതാണ് ചോദ്യം. പബ്ലിക് ഹോസ്പിറ്റലുകളെ അല്ലെങ്കിൽ അങ്ങനെ ഹെൽത്ത് സെന്ററുകളെ ശക്തിപ്പെടുത്താൻ, അല്ലെങ്കിൽ പബ്ലിക് ഇൻഷുറൻസിനെ റിവൈറ്റലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആക്സസിബിലിറ്റി വർദ്ധിപ്പിക്കാൻ, ഇതിനൊന്നുമല്ല അമേരിക്ക ഫണ്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ പഠനത്തിൽ ഹെൽത്ത് കെയർ സിസ്റ്റം പെർഫോമൻസ് അത് കമ്പയർ ചെയ്യുമ്പോൾ ഹെൽത്ത് കെയർ സ്പെൻഡിങ്ങിന്റെ കാര്യത്തിൽ അമേരിക്ക മുന്നോട്ട് നിൽക്കുമ്പോൾ ഹെൽത്ത് സിസ്റ്റം പെർഫോമൻസിന്റെ കേസിൽ അമേരിക്ക വർസ്റ്റാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഹൈലി പ്രൈവറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സംവിധാനമാണ് അമേരിക്കയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇറക്കുന്ന ഫണ്ട് മുഴുവൻ ലാഭം ഉണ്ടാക്കാൻ നടക്കുന്നവരുടെ പോക്കറ്റിലേക്കാണ് വീണു പോകുന്നത്. അപ്പോൾ അവരെ പോക്കറ്റിലോട്ട് പോകുന്നതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരമില്ല. അതായത് ഇത് ഫണ്ടിന്റെ ചെലവഴിക്കലിന്റെ പർപ്പസ് ആരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു വിഷയമാണ് കിടക്കുന്നത്. അപ്പോൾ അമേരിക്ക ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ബഡ്ജറ്റ് വരുന്നു, ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നു,
കൊടുക്കുന്നു. അതായത് ടാക്സ് പേയേഴ്സിന്റെ പൈസ എടുത്തിട്ട് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെയും മറ്റേ ഇൻഷുറൻസുകാരുടെയും ബാക്കി ഹോസ്പിറ്റൽ നെറ്റ്വർക്കുകളുടെയും അവരുടെ പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക പണം ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. മറ്റേ ഈ ഈ ഹരിശ്രീ അശോകൻ ചെയ്യുന്ന പോലെ ഹരിശ്രീ അശോകൻ പുട്ടുണ്ടാക്കാൻ ചില്ലിടാൻ മറന്നിട്ട് പുട്ടുണ്ടാക്കുന്നത് എത്ര വലിയ മണ്ടത്തരാണോ, അതിന് സമാനമായൊരു സോഷ്യോ എക്കണോമിക് മണ്ടത്തരമാണ് USA ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. സ്റ്റഡീസിൻ്റെയും എക്കണോമിസ്റ്റുകളുടെയും ബാക്കപ്പ് ഈ സംഭവത്തിനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പേപ്പർ ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഈ പോൾ ക്രുക്ക്മാൻ, ജോസഫ് സ്റ്റീലിറ്റ്സ്, റിനോൺഡ് എക്കണോമിസ്റ്റുകളാണ് ഇവരൊക്കെ. ഇവരുടെ ബുക്സും ഇവര് മറ്റേ ഫെഡറൽ ഗവൺമെന്റിൽ നിന്നൊക്കെ എടുത്ത് കണക്കുകളൊക്കെ എടുത്ത് അവർ എഴുതിയിട്ടുള്ള പേപ്പേഴ്സും മറ്റൊക്കെ അവൈലബിൾ ആണ്. ഈ ഹെൽത്ത് കെയർ മേഖലയിൽ വലിയ ഇൻഇക്വാലിറ്റി അമേരിക്കയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഫാക്ട്. ഇനി അമേരിക്കയെ വിട്ടിട്ട് നമുക്ക് മറ്റ് ചില OECD രാജ്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും രാജ്യങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് എടുക്കാം. അത് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ലാൻഡ്സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫേമസ് ആയ ഒരു ഹെൽത്ത് ജേണൽ ഉണ്ട്. ആ ഹെൽത്ത് ജേണൽ നമുക്ക് നിങ്ങളെല്ലാവരും, എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്തൊക്കെ വളരെ ഹിറ്റായ ഒരു ഹെൽത്ത് ജേണലാണ് ലാൻഡ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവെ ഈ ആരോഗ്യ മേഖലയിലൊക്കെ അത്യാവശ്യം ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് അറിയാം ലാൻഡ്സെറ്റ് എത്ര ഡൈനാമിക് ആയ ഒരു മെഡിക്കൽ ജേണലാണെന്നുള്ളത്. സോ ആ ജേണലിൽ ഒരു അതിൽ സ്കോളർലി ആയ ധാരാളം ആർട്ടിക്കിൾസ് വരാറുണ്ട്. അപ്പൊ അതിലെ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അതൊരു അനാലിസിസ് ആണ്. ആ അനാലിസിസ് എന്തിനെ കുറിച്ചാന്ന് ചോദിച്ചാൽ, ഈ ഹെൽത്ത് കെയർ പ്രൈവറ്റൈസേഷൻ, അതുപോലെ ക്വാളിറ്റി ഓഫ് കെയർ, ഈ കാര്യങ്ങളെ, അതായത് ഒരു തവണ പബ്ലിക്കലി ഓൺഡ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഫൈനാൻസ് ചെയ്ത ഹെൽത്ത് കെയർ സർവീസുകളെ പ്രൈവറ്റൈസ് ചെയ്ത ശേഷം ഒരു 40 ഇയേഴ്സിന്റെ ഒരു ഇപ്പോൾ ഒരു ടൈം ലൈൻ എടുത്തിട്ട് ബെഞ്ചമിൻ ഗുഡെയറും ആരോൺ റീവ്സും കൂടിയിട്ട് ഒരു അനാലിസിസ് നടത്തുകയാണ്. ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യാണ് അവരുടെ ഇതിന് നടത്തിയ ശേഷം. അപ്പൊ അതിൽ അവര് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഹെൽത്ത് കെയർ പ്രൈവറ്റൈസേഷന് നടത്താൻ വേണ്ടി ആളുകൾ പറയുന്ന ന്യായീകരണങ്ങളിലൊന്നും തന്നെ കഴമ്പില്ല എന്നും, അതുപോലെ തന്നെ ഈ പ്രൈവറ്റൈസേഷൻ ഓഫ് ഹെൽത്ത് കെയർ സർവീസസിന് ഉണ്ടെന്ന് പലരും വാദിക്കുന്ന സയന്റിഫിക് സപ്പോർട്ട് വളരെ ദുർബലമാണ്, വളരെ ദുർബലമാണെന്നാണ് ഇവർ ഈ ആർട്ടിക്കിളിൽ കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയൊക്കെ ഹെൽത്ത് കെയർ പ്രൈവറ്റൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ലൈഫ് എക്സ്പെക്റ്റൻസി, ഇൻഫന്റ് മോർട്ടാലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വലിയ വീഴ്ച, വലിയ ഒരു എന്താ പറയുക, പരാജയം നമുക്ക് കാണാൻ പറ്റും. പബ്ലിക് ഹെൽത്തിന്റെ കേസിൽ എങ്ങനെ അതിന്റെ ഒരു ബ്യൂട്ടി എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ കോവിഡ് നടക്കുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റ്, BJP ഗവൺമെന്റ് ഒരു പോളിസി കൊണ്ടുവന്നു. ആദ്യം ഒരു വാക്സിൻ പോളിസി കൊണ്ടുവന്നു. അതൊരു ലിബറൽ വാക്സിൻ പോളിസി ആയിരുന്നു. എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോൾ കേന്ദ്രം കുറച്ച് വാക്സിൻ സ്റ്റോക്ക് ചെയ്ത് വെക്കും, ബാക്കി വാക്സിൻ ഓപ്പൺ മാർക്കറ്റിലാണ്. ഓപ്പൺ മാർക്കറ്റിൽ നിങ്ങൾക്ക്, അതായത് സംസ്ഥാനങ്ങൾക്കും ബാക്കി പ്രൈവറ്റ് പ്ലെയേഴ്സിനും അത് ഇഷ്ടം പോലെ വാങ്ങാം. വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഉള്ള പോലെ നിങ്ങൾക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതായത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യക്ക് ഒരു യൂണിവേഴ്സൽ വാക്സിനേഷൻ പോളിസി ഉണ്ടായിരുന്നു. അതായത് എല്ലാവർക്കും വാക്സിൻ ഫ്രീ, സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിലായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ആവശ്യത്തിനുള്ള വാക്സിൻ മുഴുവൻ സപ്ലൈ ചെയ്തിട്ട് ഫ്രീ വാക്സിനേഷൻ നടത്തും എന്നായിരുന്നു. അങ്ങനെ യൂണിവേഴ്സൽ വാക്സിൻ പോളിസി നമുക്കുണ്ടായിരുന്നത് 1996-97 കാലഘട്ടത്തിൽ. അന്ന് എനിക്ക് തോന്നുന്നു ദേവഗൌഡയോ ചന്ദ്രശേഖരോ മറ്റോ ആയിരുന്നു പ്രധാനമന്ത്രി, ഇന്ദ്രജിത്ത് ഗുപ്ത ആഭ്യന്തരമന്ത്രി. അപ്പൊ ഇന്ദ്രജിത്ത് ഗുപ്തയുടെ ഒരു നേതൃത്വത്തിൽ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് മില്യൺ കണക്കിന് കുട്ടികളെ വാക്സിനേറ്റ് ചെയ്തൊരു ചരിത്രം നമുക്കുണ്ട്. അത് മോഡേൺ വാക്സിനേഷൻ ഹിസ്റ്ററികളിലെ ഒരു ലാൻഡ്മാർക്കുകൾ ഒന്നായിട്ട് പലരും അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. 97-ലോ 96-ലോ ആണ് മില്യൺ കണക്കിന് കുട്ടികളെ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഒരു വാക്സിനേഷൻ ഡ്രൈവ് നടത്തിയിട്ട്, അതായത് ഗ്രാമാന്തരങ്ങളിൽ കൊണ്ടുപോയി വാക്സിനേഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കോവിഡിന്റെ സമയത്ത് അറിയാം, കോവിഡ് സമയത്തെ നമ്മുടെ ഫസ്റ്റ് ഫേസ് ഓഫ് വാക്സിനേഷൻ വളരെ സ്ലോ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഇതിന് വ്യത്യാസത്തിന് കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ മോദിജി വന്നപ്പോൾ അദ്ദേഹം പോളിസി ഒന്ന് ചവിട്ടി മാറ്റിയിട്ട് ഈ പറയുന്ന ലിബറൽ വാക്സിനേഷൻ പോളിസി വെച്ചു. അത് വെച്ച് കുറെ കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി ചെവിക്ക് പിടിച്ചു. സുപ്രീം കോടതി പറഞ്ഞു, ഇവിടെ നമുക്കൊരു യൂണിവേഴ്സൽ നയം ഉണ്ടായതാണ്, അതിങ്ങനെ തിരിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ മോദിജി ഒരു യു ടേൺ എടുത്തു. ആള് മറ്റേ ഇന്ത്യ ഗേറ്റിന്റെ അവിടെ ഒരു ടേണിംഗ് ഉണ്ട്, അപ്പൊ അതുപോലത്തെ ഒരു ടേണിംഗ്
ആളാളുടെ പോളിസിയിലെടുത്തിട്ട് ആളൊരു മൻ കി ബാത്ത് നടത്തിയിട്ട് പറഞ്ഞു നമ്മൾ 75% സെൻട്രൽ ഗവൺമെൻറ് കയ്യിൽ വെച്ചിട്ട് അത് സ്റ്റേറ്റുകൾക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, 25% നമ്മൾ പ്രൈവറ്റ് കക്ഷികൾക്ക് കൊടുക്കും എന്നാണ് ആൾ പറഞ്ഞത്. ആളുടെ വാക്സിൻ പോളിസികൾ മനസ്സിലാക്കാൻ ആർക്കും കഴിഞ്ഞില്ല എന്നോ മറ്റൊക്കെ ആൾ പ്രസംഗത്തിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. കുഴപ്പമില്ല, അദ്ദേഹം അങ്ങനെയാണ്, നമുക്കറിയാലോ, പാവപ്പെട്ട മനുഷ്യനാണ്. അപ്പോൾ ഇത് ചെയ്ത ശേഷം ഒരു മാസം കഴിഞ്ഞില്ല, അപ്പോഴേക്കും അന്നത്തെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വകുപ്പ് മന്ത്രി ആയിട്ടുള്ള പീയൂഷ് ഗോയൽ ഒരു പേപ്പർ ഒരു ഒരു പ്രസ് റിലീസിൽ ഒരു പ്രസ് സ്റ്റേറ്റ്മെന്റ് ആളിങ്ങനെ കൊടുക്കുകയാണ്. പ്രൈവറ്റ് പ്ലേയേഴ്സ് പ്ലീസ് പ്രൊക്യൂർ ദി വാക്സിൻസ് അലോട്ടഡ് ഫോർ യു. അതായത് നിങ്ങൾക്ക് ആയി ഞങ്ങൾ മാറ്റിവെച്ച വാക്സിൻ നിങ്ങൾ എടുത്തു കൊണ്ടുപോകൂ സുഹൃത്തുക്കളെയോ, നിങ്ങൾ പോയി ഒന്ന് വാക്സിനേറ്റ് ചെയ്യൂ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചല്ലേ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് എടുക്കാത്തെ എന്നൊക്കെ ആള് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രൈവറ്റ് പ്ലേയേഴ്സിന് അത് എടുക്കാൻ പറ്റാതിരുന്നത്? കാരണം കപ്പാസിറ്റി ഇല്ല. ഒരു ഹെൽത്ത് ഹസാർഡ് വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടർ, ഹെൽത്ത് കെയർ മേഖല പ്രൈവറ്റ് സെക്ടർ ഡോമിനേറ്റ് ആണ്. പ്രൈവറ്റ് സെക്ടർ അത് ഇട്ടെറിഞ്ഞിട്ട് ഓടിപ്പോവും. അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ പബ്ലിക് സെക്ടർ, അതായത് സ്റ്റേറ്റ് ഭരണകൂടം കൃത്യമായി ഫണ്ട് ചെയ്ത് കൃത്യമായി എന്താ പറയുക, നമ്മൾ ഈ എണ്ണയിട്ട യന്ത്രം പോലെ നല്ല മെഷീനറി ഉണ്ടെങ്കിലാണ് അതിനെ തടുത്തു നിർത്താൻ പറ്റും. കോവിഡ് അതിൻ്റെ തെളിവാണ്. കോവിഡ് വന്നപ്പോൾ എന്തായിരുന്നു സ്പെയിൻ്റെ ആദ്യത്തെ റെസ്പോൺസ്? സ്പെയിൻ അവരുടെ രാജ്യത്തുള്ള എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെയും അവർ പിടിച്ച് നാഷണലൈസ് ചെയ്തു. തൊട്ടുപുറകെ സാംബിയ, അവരും ഈ സംഭവത്തെ പ്രൈവറ്റിനെ നാഷണലൈസ് ചെയ്തു. IMF, ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം വെച്ചാൽ IMF ഒരു 3 എക്കണോമിസ്റ്റുകൾ ഒരു ആർട്ടിക്കിൾ തന്നെ എഴുതി. അവർ പറഞ്ഞ കേസ് എന്ന് വെച്ചാൽ ഇത് നമ്മളെല്ലാവരും നശിപ്പിക്കാൻ ശ്രമിച്ച പബ്ലിക് സെക്ടർ ആണ് ഇന്ന് ഈ അപകട സമയത്ത് നമുക്ക് രക്ഷകരായി വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് അവര് തന്നെ സമ്മതിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യകരമായൊരു ജീവിതം ആവശ്യമാണ്, ലൈഫ് എക്സ്പെക്റ്റൻസി വേണമെങ്കിൽ പ്രൈവറ്റൈസേഷൻ അനുവദിക്കാത്ത, ഹെൽത്ത് കെയറിനെ പ്രൈവറ്റൈസ് ചെയ്യാൻ അനുവദിക്കാതെ അവിടെ കൃത്യമായി പബ്ലിക് ഹെൽത്ത് കെയർ സെക്ടറിനെ ശക്തമായ രീതിയിൽ പിടിച്ചു നിർത്തി അതിനെ ഡെവലപ്പ് ചെയ്ത് അതിനെ എഫിഷ്യൻ്റാക്കി മാറ്റുന്ന ഒരു ഗവൺമെൻറ്റുകൾ ഉണ്ടെങ്കിൽ, അങ്ങനെ രാഷ്ട്രീയ സാമ്പത്തിക നയമെടുക്കുന്ന ഗവൺമെൻറ്റുകൾ ഉണ്ടെങ്കിൽ, ആ ഗവൺമെൻറ്റുകൾ ഉള്ളിടത്തോളം കാലം നിങ്ങളെ ലൈഫ് എക്സ്പെക്റ്റൻസി ഒക്കെ ആയിട്ടിരിക്കും. നിങ്ങളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടും. മറ്റ് സ്ഥലങ്ങളിൽ രാജ്യങ്ങളിൽ തട്ടിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥ വളരെ ബെറ്റർ ആയിരിക്കും. പക്ഷേ ഒറ്റ കണ്ടീഷനുള്ളൂ, ഇത്തരം ഒരു ഗവൺമെൻറ് നിങ്ങൾക്ക് വേണം. എങ്ങനെ? ഈ ഹെൽത്ത് കെയറിനെ പ്രൈവറ്റ് കക്ഷികൾക്ക് വിട്ടുകൊടുക്കാത്ത, ആ ലാഭത്തിൻ്റെ കളിക്ക് വിട്ടുകൊടുക്കാത്ത, കൃത്യമായ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് നിങ്ങൾക്ക് വേണം. അപ്പോൾ അത്തരം പോളിസികളുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എൻറ്റിറ്റീസ് ഏതാണോ അതേതാണെന്ന് നിങ്ങൾ കണ്ടെത്തി അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഇത് എൻ്റെ അഭിപ്രായമല്ല, ഇതൊരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് കൂടിയാണ്. മോഡേൺ ആയിട്ടുള്ള ഇപ്പോൾ 21st സെഞ്ച്വറിയിലെ എക്കണോമിസ്റ്റുകളും ഹെൽത്ത് എക്സ്പേർട്സും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്ട്രോങ് പബ്ലിക് ഹെൽത്ത് കെയർ സെക്ടറും ഈ ആഡിക്വേറ്റ് സ്പെൻഡിങ്ങും നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസിയും മൊർട്ടാലിറ്റി റേറ്റുമായിട്ട് റിലേഷൻ ഉണ്ട്, അത് കോറിലേറ്റഡ് ആണെന്നാണ് അവർ പറയുന്നത്. അതായത് ബെറ്റർ സ്പെൻഡിങ്, ബെറ്റർ ഡെഡിക്കേറ്റഡ് സ്പെൻഡിങ്, ബെറ്റർ പബ്ലിക് ഹെൽത്ത് കെയർ സെക്ടർ, ബെറ്റർ ആക്സസ് ടു അഫോർഡബിൾ ഹെൽത്ത് കെയർ, എസ്പെഷ്യലി പബ്ലിക് ഹെൽത്ത് കെയർ, പബ്ലിക് സെക്ടർ ഹെൽത്ത് കെയർ, ഇത് ഉള്ളിടത്ത് ലൈഫ് എക്സ്പെക്റ്റൻസി ലോങ്ങർ ലൈഫ് എക്സ്പെക്റ്റൻസിയും അതുപോലെ മറ്റ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിൽ ബെറ്റർ പെർഫോമൻസും നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇവരുടെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ എക്കണോമിസ്റ്റുകളുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അതിനെ ലാൻസെറ്റ് മാത്രമല്ല, വേറെയും ധാരാളം പേപ്പറുകൾ ഈ വിഷയത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ ലാൻസെറ്റ് എടുത്ത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ജേർണൽ ഓഫ് ഗ്ലോബൽ ഹെൽത്ത് മറ്റൊന്ന്, ഈ തുടങ്ങിയിട്ടുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലും ഈ പറയുന്ന പേപ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റും. സെയിം കൺക്ലൂഷനിലേക്കാണ് പലരും എത്തിയിട്ടുള്ളത്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ പല കാര്യങ്ങളും, ഇപ്പം പ്രത്യേകിച്ച് ഹെൽത്തിൻ്റെ ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ വളരെ ലക്കിയാണ്. എന്നാൽ ഇതേ ലക്കില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട്, സ്റ്റേറ്റുകളും കാര്യങ്ങളുണ്ട്. പൊളിറ്റിക്കൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ, അതിൻ്റെ സോഷ്യോ എക്കണോമിക് ഇംപ്ലിക്കേഷൻസ്, ഈ രണ്ട് കാര്യങ്ങളും എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കണം. കാരണം ഇത് നമ്മുടെ ഹെൽത്തായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. എവിടെയൊക്കെ ഫ്രീ മാർക്കറ്റ്, ഇപ്പോൾ
എവിടെവിടങ്ങളിൽ ഫ്രീ മാർക്കറ്റ് ഹെൽത്ത് കെയർ മേഖലയെ പിടിച്ചിരിക്കുന്നോ അവിടങ്ങളിൽ മനുഷ്യരെല്ലാം പെട്ടെന്ന് മരിച്ചു വീഴും. ഇത് എൻ്റെ തന്നെ ഒരു കവിതയാണ്. ഇത് ഞാൻ ഈ കവിത എനിക്ക് ഓർമ്മ വന്നത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഹെൽത്ത് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു വലിയ ശാഖയുണ്ട്. അതിൻ്റെ ഫൗണ്ടർമാരിൽ ഒരാളായിട്ടുള്ള കെന്നത്ത് ജെ ആരോസ് എന്ന് പറയുന്ന ആ, ഒരു എക്കണോമിസ്റ്റ് ഉണ്ട്. ആളുടെ പേപ്പേഴ്സും അതുപോലെ ആ, ആളുടെ റൈറ്റിങ്സും പിന്നീട് ഈ ഹെൽത്ത് എക്കണോമിക്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും അതുപോലെ വളരെ റീസെൻ്റായി 23-ലും മറ്റു കാര്യങ്ങളിലും നമ്മൾ റീഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എവിടെയെങ്കിലും പ്രൈവറ്റ് ഫ്രീ മാർക്കറ്റ് ശക്തികൾ ആരോഗ്യമേഖലയെ പിടിയെടുക്കുന്നു അവിടെയെല്ലാം മനുഷ്യർ 60കളും 65കളാകുമ്പോഴേക്കും ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങും. അപ്പോൾ അങ്ങനെ ഒരു ഇടത്തിലല്ല ഞാനിപ്പോൾ ഇരിക്കുന്നു നിങ്ങളിപ്പോൾ ഇരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളുമൊക്കെ കയ്യിലിരിപ്പ് നല്ലതാണെങ്കിൽ അതുപോലെ തന്നെ ആ, ആ, നല്ലൊരു ജീവിതശൈലി നിലനിർത്തുകയാണെങ്കിൽ ബാക്കി എല്ലാം ഓക്കെയാണ്. അക്സസിബിലിറ്റി ടു ഹെൽത്ത് കെയർ ഉണ്ട്. ഒരു സൗണ്ട് ആയിട്ടുള്ള പബ്ലിക് സെക്ടർ ഹെൽത്ത് കെയർ സിസ്റ്റം ഉണ്ട്. അപ്പം അതൊക്കെ ഓക്കെയാണ്. ഇനി അതായത് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ താൻ പാതി ഭരണകൂടം പാതിയാണ്. ഭരണകൂടം അതിൻ്റെ പാതി ചെയ്ത ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. അടുത്ത പാതി നമ്മളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ പാതി നമ്മൾ ചെയ്യാൻ നോക്കണം. ആർക്കെങ്കിലും തോന്നുകയാണ് ഇപ്പോൾ ഭരണകൂടം ഈ ഫ്രീ മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഈ ഹെൽത്ത് കെയർ മേഖല അടിപൊളിയായിരിക്കും, അത് എല്ലാം നല്ല രീതിയിൽ പോകും എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ആ വ്യക്തികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതും നടന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കവിത അവർക്ക് ചൊല്ലിക്കൊടുത്ത് നിങ്ങൾ അവിടെ ഒന്ന് പോരുക. കാരണം ദാറ്റ് ഈസ് നോട്ട് വർത്ത് യുവർ ടൈം ആൻഡ് ഹെൽത്ത്. വെറുതെ ആ വ്യക്തികളോട് സംസാരിച്ച് നിങ്ങൾ വെറുതെ എനർജി വേസ്റ്റ് ചെയ്യണ്ട. എനർജി ഈസ് ഇമ്പോർട്ടൻറ്റ്, ഹെൽത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ കവിത ഞാനൊന്നുകൂടി പറയാണ്. എവിടെയെവിടെങ്ങളിൽ ഫ്രീ മാർക്കറ്റും പ്രൈവറ്റ് ശക്തികളും ആരോഗ്യ മേഖലയെ പിടിയടക്കുന്നുവോ അവിടെയെല്ലാം മനുഷ്യർ വളരെ പെട്ടെന്ന് 60-65കൾക്ക് നടുവിൽ മരിച്ചു വീഴും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം.